ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന നമ്മളുടെ 6th സെമ്മിലൊരു പുതിയ സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഡാറ്റ ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. അതാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പഠിച്ചാക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയണത് കേട്ടോ. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു വിഭാഗമാണ് എന്തെന്ന് പറയണത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയണത്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് അറിയാം നമ്മൾക്ക്. എന്താണ് നമ്മൾ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അക്കൗണ്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, ഏത് രീതിയിൽ ഡിസിഷൻസ് എടുക്കണത് എന്നിവയെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയണത്. പിന്നെ ഒരു പ്രത്യേകത പറയണത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും രണ്ടും കൂടി വരുന്നത് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാറുണ്ട്. കാരണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം കോസ്റ്റ് വന്നു എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിലോ ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു വർഷക്കാലയളവിലേക്ക് വന്നിരിക്കുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ നമ്മളുടെ ബാലൻസ് ഷീറ്റോ ഫിനാൻഷ്യൽ പൊസിഷൻസോ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും വെച്ചിട്ടാണ് എന്ത് ചെയ്യണത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഡിസിഷൻസ് എടുക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാനുണ്ട് രണ്ട് വേർഡ്സ്, മാനേജ്മെൻറ്റും അക്കൗണ്ടിങ്ങും. ഇത് രണ്ടും കൂടി ചേർന്ന വേർഡാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇൻക്രീസ് മാനേജീരിയൽ എഫിഷ്യൻസി ഓർ പ്രൊവൈഡിങ് ഓൾ ദോസ് ഇൻഫർമേഷൻ ആൻഡ് ഫാക്ട്സ് വിച്ച് ആർ നെസസറി ഫോർ മാനേജേഴ്സ്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് മാനേജീരിയൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, പിന്നെ മാനേജേഴ്സിന് ആവശ്യമായ വിഷയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാം ഡിസിഷൻസ് എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുക. അതാണ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനേഷൻ പറയാനുണ്ട്. അക്കോർഡിംഗ് ടു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ലണ്ടൻ, അവരുടെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രസൻറ്റേഷൻ ഓഫ് പ്രൊഫഷണൽ നോളജ് ആൻഡ് എബിലിറ്റീസ് ടു റിവീൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് മേ ഹെൽപ്പ് ടു ദ മാനേജ്മെൻറ്റ് പോളിസി ഫോർമുലേഷൻ, പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ ദ അണ്ടർടേക്കിങ്സ്. എന്താ പറയണത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി പ്രൊഫഷണൽ നോളജ് അല്ലെങ്കിൽ എബിലിറ്റീസ് വേണം. എന്തുമായി ബന്ധപ്പെട്ടതാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിനാവശ്യമായുള്ള തീരുമാനങ്ങൾ മാനേജ്മെൻറ്റിന് എടുക്കുന്നതിനും ഏത് രീതിയിൽ അത് പ്രാവർത്തികമാക്കണമെന്ന് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിനും പ്ലാനിങ് കൺട്രോള് അത് ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വേറൊരു പറയണത് എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. എന്താണ്? ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് വിച്ച് ഡീൽസ് വിത്ത് പ്രസൻറ്റിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ സോ ദാറ്റ് ഇറ്റ് ക്യാൻ പെർഫോം ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ആൻ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അവർ അതിന് എന്തിനാണ് സഹായിക്കുന്നത്? ഡീൽസ് വിത്ത് പ്രസൻറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും ഏത് രീതിയിൽ സിസ്റ്റമാറ്റിക് വേ അപ് ടു ഡേറ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നത്. ഇറ്റ് ക്യാൻ പെർഫോം ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ്. അതിനനുസരിച്ച് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഡിസിഷൻ എടുക്കാം. അതേത് രീതിയിൽ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനറിൽ ഡിസിഷൻസ് എടുക്കാം. അതിനൊക്കെ സഹായിക്കുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനാണ് എന്ത് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് പറയണത്. ഒരു 7 പോയിൻറ്റ്സ് ആണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയണത്. ഒന്നാമത്തെ പറയണത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അനലൈസ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ഏതൊക്കെയാണെന്നുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഓരോ വർഷത്തെയും എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യാം, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അതാണ്. സെക്കൻഡ് വൺ പറയണത് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. പ്ലാനിങ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള പോളിസീസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 3 ഡിസിഷൻ മേക്കിംഗ്. പല കാര്യങ്ങളിലും നമ്മൾക്ക് മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് പറഞ്ഞില്ലേ, അപ്പോൾ പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് കുറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾക്ക് ലയബിലിറ്റീസ് കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട് ലയബിലിറ്റി റൈസ് ചെയ്താക്കണം, ഏത് രീതിയിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും, അങ്ങനെ ഡിസിഷൻസ് എടുക്കാനായിട്ട്. കൺട്രോളിങ് പറയണത് കൂടുതലും ഫിനാൻസുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ എഫിഷ്യൻസി ഇല്ലെങ്കിൽ അത് വിലയിരുത്തുന്നതിലായിരിക്കാം. അപ്പോൾ എവിടെയാണ് പോരായ്മ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ട് അവിടെ നല്ല കൺട്രോൾ അവർ ശ്രദ്ധിക്കാം. കോർഡിനേറ്റിംഗ്, പ്രവർത്തനങ്ങളേക്ക് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യാം. 3 കമ്മ്യൂണിക്കേറ്റിംഗ്, എന്താ എംപ്ലോയീസോ അല്ലെങ്കിൽ മേലധികാരികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എന്താണെന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലാസ്റ്റ് പറയണത് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് പോളിസീസ്. നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ പോളിസീസ് പ്രാവർത്തികമാക്കുമ്പോൾ അത് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. ഇത്രയുമാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയണത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണെന്നാണ് പറയണത്. ദ ടേം ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക. refers to the process of determining financial strength and weakness of the firm by establishing strategic relationship between the items of the balance sheet, profit and loss account and other operative data. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണതാണ്. അത് ഏത് രീതിയിലാണ് മനസ്സിലാക്കണം? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പിന്നെ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനെയാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓർ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്, കമ്പാരിസൺ ആണ് വരുന്നത്. രണ്ടാമത്തെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്, ഏതെങ്കിലും ഒരു ഐറ്റം കോമൺ ആയിട്ട് എടുത്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസും വിലയിരുത്തുന്നത്. മൂന്നാമത്തെ ട്രെൻഡ് അനാലിസിസ് ആണ്, അത് ഓരോ ഐറ്റം ബേസ് ആയിട്ട് എടുത്തിട്ട് ഓരോ സെയിം ഐറ്റം കുറേ വർഷങ്ങളിൽ തന്നിട്ടുണ്ടായിരിക്കും ഡീറ്റെയിൽസ്, അത് വെച്ചിട്ട് നമ്മൾ ട്രെൻഡ് നോക്കണത്. ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ കുറേ വർഷത്തെ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും ആ സെയിൽസ് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ്, സെയിൽസും പ്രോഫിറ്റും നമ്മൾ കമ്പയർ ചെയ്യണത്. ഇപ്പോൾ ഒരു 5 വർഷത്തെ സെയിൽസും പ്രോഫിറ്റും തരും, നമ്മൾ ഫസ്റ്റ് വർഷത്തെ ഒരു ബേസ് ഇയർ ആയിട്ട് എടുക്കും, അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വർഷം എത്ര % ഇൻക്രീസ് വന്ന്, അതിനടുത്ത വർഷം എങ്ങനെ വന്നത്, സെയിൽസ് ഇൻക്രീസ് ചെയ്യും പ്രോഫിറ്റിൽ എന്താണ് മാറ്റം വന്നത്. അപ്പം അങ്ങനെ ട്രെൻഡ് എന്താണെന്ന് അനലൈസ് ചെയ്യണത്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാം. നമ്മുടെ ഫേമിൽ എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് എത്രത്തോളം നമ്മളെ കയ്യിലുണ്ട്, അത് റേഷ്യോ രൂപത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിൽ ഫണ്ടായിട്ട് ക്യാഷ് പ്ലസ് ഫണ്ടായിട്ട് എന്തൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന് വിലയിരുത്തുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആയിട്ട് വന്ന സോഴ്സുകൾ ഏതാണ്, ആപ്ലിക്കേഷൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണത്. ലാസ്റ്റ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് അനാലിസിസ് എന്നാണ് പറയണത് കേട്ടോ. എന്തെങ്കിലും നമ്മൾക്ക് ഒരു ഇതിൽ എത്തുമ്പോൾ ഏത് ഘട്ടത്തിൽ വരുമ്പോഴാണ് നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്നാൽ നോ പ്രോഫിറ്റ് നോ ലോസ്.
അപ്പോൾ ഈ ടൂൾസുകളാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതും ഇത്രയും ടൂൾസാണ് കേട്ടോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിന് ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നത് നമ്മൾക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, അതുമായി ബന്ധ ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ചാപ്റ്ററിൽ വന്നതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. അതിൽ മീനിങ്, ഡെഫിനേഷനൊക്കെ ഉണ്ട്. പിന്നെ പഠിക്കുന്നത് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സിൽ ആദ്യത്തെ 3 നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. കോമൺ സൈസ്, കമ്പാരിറ്റീവ്, ട്രെൻഡ്. മൂന്നാമത്തേൽ വന്നത് റേഷ്യോ അനാലിസിസ് ആണ്. 4ാമത്തെ ഫണ്ട് ഫ്ലോ ആണ്. 5ാമത്തെ ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇത്രയുമാണ് നമ്മൾക്ക് എന്തിൽ പഠിക്കാനുള്ളത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോമിലാണ് പ്രിപ്പയർ ചെയ്യണത്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. കമ്പയർ എന്ന കമ്പാരിസൺ തന്നെയാണ് കേട്ടോ. ബാലൻസ് ഷീറ്റ് ആയാലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ 2 വർഷത്തെ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ആണ് ഓരോ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എത്ര ഇൻക്രീസ് വന്ന്, ഡിക്രീസ് വന്ന്, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് വന്നു എന്നാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുന്നത്. അടുത്ത കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഭാഗമായിട്ടാണ്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് കോമൺ ആയിട്ടൊരു ഐറ്റമാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ട് ഓരോ ഐറ്റവും കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്ര വന്നിട്ടുണ്ടെന്ന് നോക്കാം. ടോട്ടൽ എമൗണ്ട് 10 ലക്ഷത്തിൽ ഇപ്പോൾ ഒരു 3 ലക്ഷം അസറ്റ്, കറണ്ട് അസറ്റ് വന്നു. അപ്പോൾ 3 lakh ബൈ 10 lakh ഇൻറ്റു 100, അങ്ങനെ അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ കോമൺ ആയിട്ട് എടുക്കുന്നത് എപ്പോഴും സെയിൽസ് ആണ് കേട്ടോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സെയിൽസ്. അപ്പോൾ സെയിൽസ് വെച്ചിട്ട് ഓരോ ഐറ്റംസ്, എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകംസ്, അതെന്ത് ചെയ്യണത്, ഇത്തരത്തിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണത്. അതിന് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ട്രെൻഡ് അനാലിസിസ് ആണ്. ചേഞ്ചസ് ആർ കാൽക്കുലേറ്റഡ് ഫോർ സെവറൽ സക്സസീവ് ഇയേഴ്സ് ഇൻസ്റ്റെഡ് ഫോർ 2 years. എന്താണ്, 2 വർഷത്തെ കാര്യങ്ങളല്ല, ഒരു 5-6 വർഷത്തെ കാര്യങ്ങളുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യണത്. നേരത്തെ പറഞ്ഞ ട്രെൻഡ്, ഏത് ഇൻക്രീസിങ് ട്രെൻഡാണ് ഡിക്രീസിങ് ട്രെൻഡാണോ നോക്കണത്. ട്രെൻഡ് അനാലിസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് മേ പോയിൻറ്റ് ടു ബേസിക് ചേഞ്ചസ് ഇൻ ദ നേച്ചർ ഓഫ് എ ബിസിനസ്. എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ പൊതുവായ സ്വഭാവം അറിയുന്നതിന് എന്ത് നോക്കിയാൽ മതി, ട്രെൻഡ് പെർസെൻറ്റേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. Trend analysis uses an index number to show changes in related item over a period of time. ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടാണ് നമ്മൾ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു വർഷത്തെ നമ്മൾ എന്തായിട്ട് എടുക്കാം, ബേസ് ആയിട്ട് എടുക്കും. അതിനാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻഡെക്സ് ഇയർ എമൗണ്ട് ഏതാണ്, കറണ്ട് ഇയർ എമൗണ്ട്, അതേ ഡിവൈഡ് ബൈ ബേസ് ആയിട്ട് വന്നാക്കുന്ന ഇയർ എത്രയാണ് ഇൻറ്റു 100 കേട്ടോ. കറണ്ട് ഇയർ എമൗണ്ട് മൈനസ് ബേസ് ഇയർ എമൗണ്ട് എത്രയാണ് വന്നാക്കുന്നത്. 2 വർഷത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ എത്രയാണെന്ന് നോക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നത് കറണ്ട് ഇയർ എമൗണ്ട് മൈനസ് ബേസ് ഇയർ എമൗണ്ട് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട് എന്നാണ് ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്ന ഫോർമുലയായിട്ട് പറയുന്നത് കേട്ടോ. ഇനി റേഷ്യോ അനാലിസിസ് എന്താണെന്നാണ് പറയുന്നത്. എ റേഷ്യോ ഈസ് എ റിലേഷൻഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ ടേംസ് ബിറ്റ്വീൻ 2 individual or groups of figures connected with each other in some logical manner. എന്താണ്, റിലേഷൻഷിപ്പാണ്. 2 ഐറ്റംസ് തമ്മിൽ റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഐറ്റം എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫിഗേഴ്സ് എടുത്തിട്ടായിരിക്കാം നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് നോക്കുന്നത്. അത് എന്ത് ടേമിലാണ്, മാത്തമാറ്റിക്കൽ ടേംസിൽ പെർസെൻറ്റേജ് രൂപത്തിലാണ് പറയണത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് റേഷ്യോന് 4:1 ആയിരിക്കാം, അല്ലെങ്കിൽ 2.5 times എന്ന് പറയാം, അല്ലെങ്കിൽ 20%. അങ്ങനെയാണ് പെർസെൻറ്റേജ് നമ്മൾ പറയണത് കേട്ടോ റേഷ്യോ അനാലിസിസിൽ. റേഷ്യോ അനാലിസിസ് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, ലിവറേജ് റേഷ്യോ ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമിന് എത്രത്തോളം എബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കണം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നതാണ്. ലിവറേജ് റേഷ്യോ, ഈ റേഷ്യോ നോക്കുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി ഫിനാൻസിങ് ആണ് കേട്ടോ. ബിസിനസ് ഫേമിൽ അസറ്റിൽ എത്രത്തോളം ഡെപ്റ്റ് വന്നിട്ടുണ്ട്, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങുന്നത്, പിന്നെ ഇക്വിറ്റി ആയിട്ട് എത്രത്തോളം ഫണ്ട് ഉണ്ട്, അതാണ് ലിവറേജ് റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ,
ദേ റിഫ്ലക്ട് ദ ഫേംസ് എഫിഷ്യൻസി ഇൻ യൂട്ടിലൈസിങ് ദ അസറ്റ്സ്. ഫേം എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യണം, അസറ്റുകൾ യൂസ് ചെയ്യണമെന്ന് വിലയിരുത്തുന്നത്. അതിനാണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ദീസ് റേഷ്യോസ് മെഷർ ഓവറോൾ പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഫേം. എന്താണ് നോക്കുന്നത്? മൊത്തത്തിൽ അതിൻ്റെ എഫിഷ്യൻസി, ഓവറോൾ പെർഫോമൻസ് വിലയിരുത്തുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 റേഷ്യോസാണ് റേഷ്യോ അനാലിസിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ പറയുന്നത് മീനിങ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ടാണ് പറയണത്. ഫ്ലോ ഓഫ് ഫണ്ട് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കണമെന്ന്. ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് ദ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഓഫ് ആൻ എൻ്റർപ്രൈസ്. എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഫണ്ടായിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും അതിനെയാണ് ഫ്ലോ ഓഫ് ഫണ്ട് കൊണ്ട് മീൻ ചെയ്യണത്. For the purpose, fund refers to working capital and flow means movement or changes. ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയാം. അപ്പോൾ ഫണ്ട് ഫ്ലോ മീൻസ് മൂവ്മെൻറ്റ് ഓർ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും അതിൻ്റെ ചേഞ്ചസ് ആണ് എന്തിൽ നോക്കണത്? ഫണ്ട് ഫ്ലോയിൽ മീൻ ചെയ്യണത് കേട്ടോ. ഇനി ക്യാഷ് ഫ്ലോയിനാണ് പറയണത് കേട്ടോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്താണെന്നാണ് പറയുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വാലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി പ്ലസ് ബാങ്ക് ബാലൻസ്, ഇത്രയും കൂടി ചേരുന്നതാണ് ക്യാഷ് എന്ന് പറയുന്നത്. ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ക്യാഷ് ഫ്രം ബിസിനസ് ടു ഇക്കണോമി ആൻഡ് ഇക്കണോമി ടു ബിസിനസ്, ദാറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. എന്താണ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ക്യാഷായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്ന് ക്യാഷായിട്ട് പുറത്തേക്ക് പോകുന്നതും ക്യാഷിൻ്റെ ഇൻഫ്ലോവും ഔട്ട്ഫ്ലോയുമാണ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പറഞ്ഞ പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതിനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ സോഴ്സസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓർ യൂസേഴ്സ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഇൻ ആൻ എൻ്റർപ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. എന്താണ് പറയുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സസ് ആയിട്ടും അതിൻ്റെ യൂസേഴ്സും ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോവും ക്യാഷായിട്ട് ബന്ധപ്പെട്ട് വന്നത് നമുക്കൊരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1 വർഷം ആണ് നമുക്ക് വന്നത്. അല്ല, ആ 1 വർഷത്തെ കണക്കുകളിൽ ക്യാഷായിട്ട് വന്നതും പോയതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് അനലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇതിൽ വരുന്നത് കേട്ടോ. താങ്ക് യു.